സൂര്യൻ മീനത്തിലേക്ക് വന്നു. സൂര്യൻ നിൽക്കുന്നത് രണ്ട് ശത്രുക്കളുടെ കൂടെയാണ്. ശുക്രന്റെ ഉച്ചരാശിയാണ്, ശുക്രനുണ്ട് കൂടെ, ശനിയുണ്ട് കൂടെ. അപ്പൊ ശനി സൂര്യന്റെ ശത്രുവാണ്, നിൽക്കുന്നത് ഗുരുവിന്റെ വീട്ടിലാണ്. അപ്പൊ അങ്ങനെയുള്ള ആ സൂര്യന്റെ മാറ്റം, അപ്പൊ അങ്ങനെയുള്ള ആ മാറ്റം എന്താണ് മേടൻ രാശിക്കാർക്കായിട്ട് എന്ത് ചലനം ഉണ്ടാക്കുന്നെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പൊ മേടൻ രാശി എന്ന് പറയുമ്പം മീനൻ രാശി 12ാമത്തെ രാശിയാണ് അല്ലെ, നഷ്ടരാശിയാണ്, മോക്ഷരാശിയാണ്. അപ്പോൾ ഈ സൂര്യൻ മേടൻ രാശിക്കാർക്ക് ഏത് ഭാവത്തിലാണ്? 5ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ 5ാം ഭാവാധിപൻ 12ലേക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ശനി ഉണ്ട് കൂടെ, ശുക്രനുണ്ട് കൂടെ. തീർച്ചയായിട്ടും അപ്പൊ ഇവർക്ക് പഴയ സുഹൃത്തുക്കൾ വഴിയോ അല്ലെങ്കിൽ പഴയ കണക്ഷൻസ് ഒക്കെ വഴിയിട്ട്, പിന്നെ നമുക്കൊരു നെറ്റ്വർക്ക് അങ്ങനെയൊക്കെ വഴിയായിട്ട് നമുക്ക് വിദേശത്തേക്ക് പോകാൻ, പഠിക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ മക്കൾക്ക് വിദേശത്ത് പഠനത്തിനുള്ള വിസയോ കാര്യങ്ങളൊക്കെ വരാനോ അല്ലെങ്കിൽ തടസ്സപ്പെട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തൊക്കെ ഒരു ഉണർവുണ്ടാകാനുള്ള ഒരു സമയമായിട്ട് ഞാൻ കണക്കാക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ജോബ്, സർക്കാർ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറിയിട്ട് ആ ജോലി കിട്ടാനുള്ള ഒരു അവസരമായിട്ട് വരാം. അപ്പൊ ഫോറിൻ ലാൻഡുമായിട്ട് കണക്ഷൻ വരാനുള്ള സാധ്യത, അതിലിവിടെ ശുക്രനും കൂടി ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ വിദേശത്ത് നിന്ന് നമുക്ക് വ്യത്യസ്തമായ കൾച്ചറിലുള്ള ആരെങ്കിലുമൊക്കെ നമുക്ക് പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ, പണ്ട് പ്രണയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രണയം വീണ്ടും ആ പ്രണയിനിയെ അല്ലെങ്കിൽ പ്രണയിതാവിനെ നമുക്ക് കണ്ടെത്താനും ആ പ്രണയം പുതിയൊരു തലത്തിലേക്ക് പോകാനും ഒക്കെ പറ്റും. ചിലതാണെങ്കിൽ നമ്മളിപ്പോൾ പ്രണയിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, അത് ശരിയല്ല, ഇപ്പോൾ ഒരു ടോക്സിക് റിലേഷൻ ആണെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായിട്ട് കുറെ കാലമായി, പക്ഷെ എൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതൊരു കാർമിക് കണക്ഷന്റെ ക്ലോസ് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് അവിടെ ശനി. അപ്പൊ അതുകൊണ്ട് അങ്ങനെയും സംഭവിക്കാം. അപ്പൊ നമ്മൾ പിന്നെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ വിദേശത്ത് പോകാം, നമുക്ക് പോകാം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് പോകാം. അതിനൊക്കെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അതായത് 11ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യനാണ് ഇപ്പൊ 12ലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ഗെയിന് ഉണ്ടാകാം. അതുപോലെ റിലേഷൻഷിപ്പിൽ ഒരു പഴയതാണെങ്കിലും ശനി അവിടെ ഒരു കോൾനെസ് കൊണ്ടുവന്ന് വരുന്നുണ്ട്. അപ്പൊ പഴയത് അല്ലെങ്കിൽ നമ്മൾക്ക് മരവിച്ച് കിടന്നിരുന്ന ചില ബന്ധങ്ങൾ പുതിയതായിട്ട് വരാം. അതുപോലെ സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ട് മടിച്ചു നിൽക്കുന്ന, മെഡിറ്റേഷൻ ആണെങ്കിലും യോഗ പ്രാക്ടീസ് ആണെങ്കിലും സ്പിരിച്വലായ മറ്റെന്തെങ്കിലും പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊരു ഗുരുവിനെ കിട്ടാൻ, അത് വ്യത്യസ്ത സംസ്കാരത്തിലുള്ള വ്യത്യസ്ത രാജ്യത്തിൽ നിന്നുള്ള ആൾക്കാരുമായിട്ട് കണക്ഷൻ, അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടാനും അത് നമ്മളിലേക്ക് കുറെ അറിവുകൾ കൊണ്ടുവന്ന് തരാനും ഒക്കെ ഉള്ളൊരു സമയമാണ്. അപ്പൊ അതും നമുക്ക് പ്രയോജനം ചെയ്യും. പിന്നെ വരുന്നത് ഈ സ്പിരിച്വലി നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന ഒരാൾക്ക് അതിനകത്തോട്ട് കൂടുതൽ ഡീപ്പായിട്ട് പോകാനും സ്പിരിച്വൽ കണക്ഷൻ കിട്ടാനും ഒക്കെയുള്ളൊരു സ്പിരിച്വൽ അവേക്കനിങ് ഒക്കെ കിട്ടാനുള്ള ഒരു സമയമായിട്ടും കണക്കാക്കാം. അപ്പോൾ പ്രണയം ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ശുക്രൻ ഉച്ചസ്ഥനായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും പ്രണയത്തിന് വേണ്ടിയിട്ടും റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ കുറച്ച് പൈസയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ ശനി കൂടെ ഉണ്ടെന്ന് ഓർക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ആത്മസംയമനം പാലിക്കണം. മനസ്സ് പറയുന്നത് പോലെ നമ്മൾ ഒഴുകി, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സങ്ങനെ കുറച്ച് എന്താ പറയുക, ശുക്രൻ നമ്മളെ കുറച്ച് മതിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ ആ രീതിയിലേക്ക് പോകുന്നതിന് മുമ്പ് ആത്മസംയമനം തീർച്ചയായിട്ടും പാലിക്കേണ്ട ഒരു സമയമാണ്. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും ഒരുപാട് നേട്ടങ്ങൾ, എന്തെങ്കിലും കുറച്ച് ഡിലേ ഉണ്ടെങ്കിൽ പോലും നമുക്ക് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സമയം കൂടിയാണ് ഇതെന്ന് പറയാം.